ഫ്രണ്ട്സ്, ഒരു സെക്കൻഡ് ഈ ഒരു ഡയമണ്ട് വേഴ്സസ് ഹൈഡ്രോളിക് പ്രസ് ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു കെമിക്കൽ റിലീസ് ആയിട്ടുണ്ടായിരിക്കും. അടുത്തതായിട്ട് ഇനി എന്താണ് ഈ ഒരു വീഡിയോയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇതേ കെമിക്കൽ കാരണം കൊണ്ടാണ് നിങ്ങൾ ഒന്നിനു പുറമെ മറ്റൊരു റീൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അതുപോലെ ഒരു എപ്പിസോഡ് കൂടി കാണാമെന്ന് വിചാരിച്ച് നൈറ്റ് മൊത്തം സീരീസും കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ അതെടുത്ത് നോക്കുന്നത്. ഇതെല്ലാം ഡോപ്പമിൻ്റെ കളികളാണ്. ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും അൺലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. എനിക്കറിയാം, നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാടധികം ബ്രെയിൻ ഡീറ്റോക്സ് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് അതുപോലെയല്ല ഈ ഒരു വീഡിയോ എന്നുള്ളത്. ഇതൊരു ഫുള്ളി പ്രാക്ടിക്കൽ സയൻസ് ബേസ്ഡ് റൂട്ടീനാണ്. ഇത് നിങ്ങൾ 24 മണിക്കൂർ, അതായത് ഒരു ദിവസം മൊത്തം ഫോളോ ചെയ്യണം. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി റീസെറ്റ് ആകും. ഇതിനായിട്ട് നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം നിങ്ങളുടെ ഫോക്കസ്, മൂഡ്, മോട്ടിവേഷൻ ഇതെല്ലാം റീസെറ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ ഗോൾസിനായി അടുത്ത ദിവസം പ്രവർത്തിക്കാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് മോർണിംഗിൽ നിന്നാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഷോക്ക് റീസെറ്റ് മോർണിംഗ്. രാവിലെ എണീറ്റതും നമ്മൾ ആദ്യം നമ്മളുടെ ഫോണായിരിക്കും നോക്കുക. ഇതിലൂടെ ഒരു ക്വിക്ക് ഡോപ്പമിൻ കിക്ക് രാവിലെ തന്നെ നമുക്ക് ലഭിക്കും. ബിക്കോസ് ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ബ്രെയിനിലെ ഇമോഷണൽ പാർട്ടായ അമിഗ്ഡല്ല ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആയ, അതായത് ഡിസിഷൻ മേക്കിംഗ്, ഫോക്കസ്, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു പാർട്ടിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. ഇത് രണ്ടും ഒരു സീസോ പോലെയാണ്. എപ്പോഴാണോ അമിഗ്ഡല്ല കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ നമ്മളിൽ ഫിയർ, ഇമ്പൾസീവ്നെസ്, ഡിസ്ട്രാക്ഷൻസ് ഇതെല്ലാം വർദ്ധിക്കും. ഇനി എപ്പോഴാണോ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ നമ്മളിൽ ലോജിക്, കാംനെസ്, ഫോക്കസ് ഇതെല്ലാം വർദ്ധിക്കും. നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാം നോക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡിസിഷൻസും ഇമോഷണലാണ്. ഇത് അമിഗ്ഡല്ലയാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ, ആഴ്ചയിലെ ഒരു ദിവസം നിങ്ങൾ ബ്രെയിൻ ഡീറ്റോക്സ് ഡേ ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് സൺഡേ എടുക്കാം, അല്ലെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം എന്നാൽ, നിങ്ങളുടെ ബ്രെയിനിലെ അമിഗ്ഡല്ല പാർട്ടിനെ ഷട്ട് ഡൗൺ ആക്കി വെക്കണം. ആൻഡ് പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ ആ ഒരു ഡേ മൊത്തം ആക്റ്റീവ് ആക്കിയും വെക്കണം. മോർണിംഗിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കംഫർട്ട്നെസ് കൊടുക്കാതെ ഒരു വലിയ ഷോക്ക് കൊടുക്കണം. ഇത് നിങ്ങളുടെ മുഴുവൻ നെർവസ് സിസ്റ്റത്തെയും റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ, ഫസ്റ്റ്, നോ ഫോൺ ടിൽ 9 AM. ആ ഒരു ഡേ മൊത്തം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ഇതുകൊണ്ട് തന്നെ രാവിലെ 9 മണി വരെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയി സ്ക്രീനിനെ മൊത്തം ഗ്രേ കളറാക്കി മാറ്റുക. ഇതിലൂടെ നിങ്ങളുടെ മൊബൈൽ എന്നുള്ളത് നിങ്ങൾക്കധികം ടെംപ്റ്റിംഗ് ആയി മാറില്ല. ഇതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നാൽ, നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹൈ ലെവൽ ഡോപ്പമിൻ നൽകുന്ന എല്ലാ ആപ്സിനെയും ആ ഒരു ദിവസത്തേക്ക് ഓഫാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. ആ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റഗ്രാം സ്ക്രോളിംഗ്, വീഡിയോ ഗെയിംസ്, ഗോസിപ്പിംഗ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. മൊബൈൽ മാറ്റിവെച്ച് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതിന് മുന്നേ 1 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക. ടീ, കോഫി ഇതിലൊക്കെ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ബോഡിയിൽ അലേർട്ട്നെസ് വരും. അതുമാത്രമല്ല, കഫെയിനേറ്റഡ് ഡ്രിങ്ക്സ് ഹൈഡ്രേറ്റഡ് ആണ്. ഇത് കുടിക്കുന്നതിന് മുന്നേ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം. കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ കഫെയിൻ എടുക്കുമ്പോൾ കോർട്ടിസോൾ ആൻഡ് ആൻസൈറ്റി ഇത് രണ്ടും നിങ്ങളുടെ ബോഡിയിൽ സ്പൈക്ക് ആകും. നിങ്ങളുടെ ബ്രെയിനിൽ കൂടുതൽ സ്ട്രെസ് ഫീൽ ആകും. ബട്ട് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ, അതിൻ്റെ നോർമൽ ലെവലിലേക്ക് എത്തും. ആൻഡ് ബ്രെയിനിൽ ബ്ലഡ് ഫ്ലോ വർദ്ധിക്കും. ഇതിനുശേഷം നിങ്ങൾ വീടിൻ്റെ പുറത്ത് പോയിട്ട് സൺലൈറ്റ് കൊള്ളുക. സൺലൈറ്റ് പ്ലസ് കോൾഡ് വാട്ടർ ഫേസ് വാഷ്. രാവിലെ ഒരു 15 മിനിറ്റെങ്കിലും സൺലൈറ്റ് കൊള്ളുക. ഇതിലൂടെ നിങ്ങളുടെ ബോഡിയിൽ സെറട്ടോണിൻ റിലീസാകും. സെറട്ടോണിൻ ഒരു ഹാപ്പി ഹോർമോണാണ്. എന്നാൽ ഇതേ സെറട്ടോണിൻ രാത്രിയിൽ മെലറ്റോണിൻ ആയിട്ട് കൺവേർട്ട് ആകും. ഇതിലൂടെ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഫോക്കസ് സ്ട്രോങ് ആയിരിക്കും. രാവിലെ സൺലൈറ്റ് കൊണ്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നിങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ബട്ട് ഇതിനേക്കാളും ബെറ്റർ നിങ്ങളൊരു കോൾഡ് ഷവർ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കുളിക്കുന്നതാണ്. കാരണം ഇതിലൂടെ ആ ഒരു ഡേ മൊത്തം ആ ഒരു റൂട്ടീനിൽ സ്റ്റിക്കായിട്ടിരിക്കാനുള്ള ബയോളജിക്കൽ മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഒരു റിസർച്ചിൽ പറയുന്നത്, കോൾഡ് ഷവർ ചെയ്യുന്നതിലൂടെ നമ്മളിലെ ഡോപ്പമിൻ ലെവൽ 250% വർദ്ധിക്കും എന്നുള്ളതാണ്. ബട്ട് ഇത് ഡോപ്പമിൻ്റെ ക്വിക്ക് സ്പൈക്ക് അല്ല. 2-3 മണിക്കൂർ ഇത് നമ്മുടെ ബോഡിയിൽ നിലനിൽക്കും. ഇത് ഏൺഡ് ഡോപ്പമിനാണ്. ഇത് ഹെൽത്തിയാണ്. അതായത് ഫോൺ സ്ക്രോൾ ചെയ്തിട്ടോ
ജങ്ക് ഫുഡ് കഴിച്ചിട്ടോ അല്ല ഈ ഒരു ഡോപ്പാമിൻ നമുക്ക് ലഭിച്ചത്. ഇത് മുഴുവനായിട്ടും നാച്ചുറലാണ്. ഇതിനുശേഷം നിങ്ങൾ 5 to 10 minutes ഹൈ ഇൻറ്റൻസീവ് ഇൻ്റർവൽ ട്രെയിനിങ് എടുക്കണം. ലൈക്ക് 50 പുഷപ്സ്, 50 സ്ക്വാട്ട്സ്, 50 ക്രഞ്ചസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിനനുസരിച്ച് എന്തെങ്കിലും ഒരു സിമ്പിൾ ബട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ആകും. സോ നിങ്ങളുടെ ബ്രെയിനിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. സോ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷ്യൻസ് വേഗത്തിൽ ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ബോഡിയിൽ ഒരു ഫിസിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഒരു കെമിക്കൽ റിലീസാകും. അതിൻ്റെ പേരാണ് BDNF, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഈ കെമിക്കൽ ഒരു ഫെർട്ടിലൈസർ പോലെയാണ്. ഇതിലൂടെ ന്യൂറോൺസിൻ്റെ ഇടയിൽ ഒരു സ്ട്രോങ് കണക്ഷൻ ഡെവലപ്പ് ആകും ആൻഡ് നിങ്ങളുടെ അലേർട്ട്നെസ് വർദ്ധിക്കും. അതായത് ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ വയറിംഗ് സ്ട്രോങ് ആകും. സോ വെറും 5 to 10 മിനിറ്റ് നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഡേ മൊത്തം നിങ്ങളുടെ ബ്രെയിൻ ഹൈ പെർഫോമൻസ് മോഡിലായിരിക്കും. ഇപ്പോൾ രാവിലെയുള്ള ഷോക്ക് റീസെറ്റിന് ശേഷം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കൺട്രോളിലാണ്. അമിഗ്ഡല്ല ക്വയറ്റ്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഫുള്ളി ആക്റ്റീവ്. ഇപ്പോഴുള്ള ചലഞ്ച് ഈ കൺട്രോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, അതിനു മുന്നേ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റണം. നിങ്ങളുടെ അഡിക്ഷൻസ്, ലേസിനെസ്, ഓവർ തിങ്കിങ് ഇതിനൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണം, ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണാലിറ്റി ട്രെയിനർ ഉണ്ടായിരിക്കും. അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് 2, ഫോക്കസ് റീസെറ്റ് ആഫ്റ്റർനൂൺ. ഈ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഫോക്കസ് റീസെറ്റ് ആണ്. ഇതിനായിട്ട് നിങ്ങൾ 3 മണിക്കൂർ ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എടുക്കണം. ഈ 3 മണിക്കൂറിൽ നിങ്ങൾ മ്യൂസിക് കേൾക്കാൻ പാടില്ല, വർക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങളെ നന്നായിട്ട് ബോറടിപ്പിക്കണം. വെറും സൈലൻസ് ആൻഡ് തോട്ട്സ്. ഈ സൈലൻസിലാണ് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഗ്രോ ആകുന്നത്. ഓരോ മിനിറ്റും നിങ്ങൾ ഈ ഒരു ബോർഡം ഫീൽ ടോളറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അമിഗ്ഡല്ല ബലഹീനമാകും ആൻഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് സ്ട്രോങ് ആകും. ഇത് നിങ്ങളുടെ മെൻ്റൽ വർക്കൗട്ടാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ജേർണലിംഗ് ചെയ്യണം. ഒരു ബുക്കും പേനയും എടുത്ത് നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ട്സിനെയൊക്കെ ആ ഒരു ബുക്കിലേക്ക് എഴുതുക. ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇറിറ്റേറ്റ് ആയത്, അതുപോലെ എന്തിനൊക്കെയാണ് നിങ്ങൾ ഇന്ന് താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിന്ന് എന്താലോചിച്ചായിരുന്നു എണീറ്റത്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതെല്ലാം എഴുതുക. എഴുതുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഷിഫ്റ്റ് ആകും, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകും. നെക്സ്റ്റ്, ബോക്സ് ബ്രീത്തിങ്. ഇതൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇത് മിലിറ്ററി പ്രൊഫഷണൽസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ അവരുടെ ബ്രെയിനിനെ കാമാക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഇൻഹെയിൽ 4 seconds, ഹോൾഡ് 4 seconds, എക്സെയിൽ 4 seconds, ഹോൾഡ് 4 seconds. ഈ ബ്രീത്തിങ് പാറ്റേൺ നിങ്ങളുടെ വേഗസ് നെർവിലൂടെ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും. ഇത് അമിഗ്ഡല്ലയെ കാമാക്കും, ഫോക്കസ് സർക്യൂട്ട്സിനെ ഓണാക്കും. വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സ്കാറ്റേർഡായ അവസ്ഥയിൽ നിന്ന് സ്റ്റഡി ആയിട്ട് മാറും. നെക്സ്റ്റ്, ഡിലൈഡ് റിവാർഡ്. ഈ ഒരു 3 hour ബ്ലോക്കിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു സ്മോൾ റിവാർഡ് കൊടുക്കുക. സ്ട്രെച്ചിങ്, ഷോർട്ട് വാക്ക്, അല്ലെങ്കിൽ പീസ്ഫുള്ളായ ഒരു മ്യൂസിക് കേൾക്കുക. ഇവിടെ ചീപ്പ് ഡോപ്പമിൻ അല്ല വേണ്ടത്, ഏൺഡ് ഡോപ്പമിനാണ്. ഈ ഡിലേഡ് റിവാർഡ് സിസ്റ്റത്തിലൂടെ ബ്രെയിൻ റിസപ്റ്റേഴ്സ് വീണ്ടും സെൻസിറ്റീവ് ആകും. അതിന് മനസ്സിലാകും പ്ലഷർ എപ്പോൾ ലഭിക്കുമെന്നാൽ നിങ്ങൾ ഡിസ്കംഫർട്ടിനെ ഫേസ് ചെയ്യുമ്പോൾ ആണെന്ന്. സോ മുഴുവൻ ഡേയും നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തു, ഷോക്ക് കൊടുത്തു, ഫോക്കസ് ബിൽഡ് ചെയ്തു, ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്തു. ഇനിയാണ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്, റിക്കവറി. രാത്രി നിങ്ങളുടെ ബ്രെയിനിന് റീസെറ്റ് ആവാനുള്ള ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ വീണ്ടും ഓവർലോഡ്, സ്കാറ്റേർഡ്, സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 3, സ്ലീപ്പ് റീസെറ്റ് നൈറ്റ്. ലാസ്റ്റ് മീൽ ബിഫോർ സൺസെറ്റ്. നിങ്ങളുടെ ഡിന്നർ സൺസെറ്റ് ആകുമ്പോഴേക്കും കഴിച്ചിരിക്കണം. രാത്രി ഹെവി ആയിട്ട് കഴിക്കുന്നതിലൂടെ, അതുപോലെ ലേറ്റ് നൈറ്റ് സ്നാക്സ് എടുക്കുന്നതിലൂടെയൊക്കെ നിങ്ങളുടെ ബോഡി ഡൈജഷനായിട്ട് ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിന് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കില്ല. സോ നിങ്ങൾ നേരത്തെ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഈ ഒരു സിഗ്നൽ ലഭിക്കും, ഇന്നത്തെ ഡേ അവസാനിച്ചിരിക്കുന്നു, ഇപ്പോൾ റീസെറ്റിനായിട്ടുള്ള ടൈമാണെന്ന്. 2009 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്, നിങ്ങൾ ഡിന്നർ ഉറങ്ങാൻ പോകുന്നതിന് 3 മണിക്കൂർ മുന്നേ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ മെലറ്റോണിൻ്റെ റിതം ബെറ്റർ ആയിരിക്കും, ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് കാരണം കൊണ്ട് REM ഡിലേ ആകും ആൻഡ് കോർട്ടിസോൾ സ്പൈക്ക് ആകും. ഇതുകൊണ്ട് തന്നെ 6 to 7 മണിയുടെ ഉള്ളിൽ നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുക. ആൻഡ് ഡിന്നർ ഒരുപാട് ഹെവി ആകാനും പാടില്ല.
അത് 1 to 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡൈജസ്റ്റ് ആകുന്നതായിരിക്കണം. സോ ഇതിലൂടെ നിങ്ങളുടെ ബോഡി രാത്രി മുഴുവനും ഫ്രഷായും ക്ലീനായും ഫീൽ ചെയ്യും. നെക്സ്റ്റ്, ബെഡ് ബൈ 9 PM. രാത്രി 9 മണിയാകുമ്പോൾ മെലാറ്റോണിൻ നാച്ചുറലി ബോഡിയിൽ പീക്കാകും. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അപ്പോൾ ബോഡിക്ക് അതിൻ്റെ സൈക്കിൾ പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. 10:00-ക്ക് ശേഷമുള്ള ഫോൺ യൂസേജ് അല്ലെങ്കിൽ ലൈറ്റ് എക്സ്പോഷർ മുഴുവനായിട്ടും നിങ്ങളുടെ സർക്കേഡിയൻ റിതത്തെ അൺസ്റ്റേബിൾ ആക്കും. സോ നെക്സ്റ്റ് മോർണിംഗിൽ നിങ്ങൾ എണീക്കുമ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷവും ടയേർഡ്നെസ് നിങ്ങളിൽ ഫീൽ ചെയ്യും. സ്റ്റാൻഫോർഡ് നടത്തിയ ഒരു സ്ലീപ്പ് റിസർച്ചിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ആരൊക്കെയാണോ അവരുടെ നാച്ചുറൽ മെലാറ്റോണിൻ വിൻഡോ, അതായത് 9 to 10 ഇടയിൽ ഉറങ്ങുന്നത്, അവരുടെ നെക്സ്റ്റ് ഡേ മൂഡ് ആൻഡ് ഫോക്കസ് 23% ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. സോ നേരത്തെ ഉറങ്ങാനുള്ള ബെറ്ററായ ഒരു വഴി എന്താണെന്നാൽ റീഡ് ഓർ പ്രേ ബിഫോർ ബെഡ്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ സ്പിരിച്വലായി എന്തെങ്കിലും ചിന്തിക്കുക. എന്താണോ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കുന്നത് അത് ചെയ്യുക. ഈ റിച്വൽ ബ്രെയിൻ ഒരു സിഗ്നൽ നൽകും, സ്റ്റിമുലേഷൻ ഓഫ് ആൻഡ് റിക്കവറി ഓൺ എന്ന്. 2009 യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സ് നടത്തിയ ഒരു റിസർച്ചിൽ പറയുന്നത് വെറും 6 മിനിറ്റ് റീഡിംഗ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് ലെവൽ 68% വരെ കുറയും എന്നുള്ളതാണ്. ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങളുടെ ബ്രെയിനിലെ ഒരു ഹിഡൻ ക്ലീനിങ് സിസ്റ്റം ആക്റ്റീവ് ആകും, ദ ഗ്ലിംഫാറ്റിക് സിസ്റ്റം. ഇത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ക്ലീനിങ് മോഡാണ്. ഡോപ്പാമിൻ ആൻഡ് സ്ട്രെസ് കെമിക്കൽസിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഇത് പുറന്തള്ളും ആൻഡ് ന്യൂറൽ സർക്യൂട്ട്സിനെ റീസെറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റീസെറ്റ് ആകും. സോ നിങ്ങളുടെ ബ്രെയിൻ ഓവർലോഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം ഒരു ബ്രെയിൻ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.